ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം മെച്ചപ്പെട്ട ദാസനാകാൻ എങ്ങനെ നമുക്ക് കഴിയും. പൗലോസ്ലീഹ പറഞ്ഞ വാക്കാണ്, ഞാൻ മറ്റെല്ലാവരെയും കൂടുതലായി മെച്ചപ്പെട്ട ദാസനാണ്. എങ്ങനെയാണ് മെച്ചപ്പെട്ട ദാസനായിട്ട് മാറാൻ നമുക്ക് കഴിയുക? ഒന്ന് കാണാം. ദൈവം നമുക്ക് ചോദിക്കുന്നത് മുഴുവൻ തരുന്നു എന്നതുകൊണ്ടല്ല, അങ്ങനെയല്ല നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചോദിക്കുന്നത് മുഴുവൻ തരുന്നത് കൊണ്ട് മാത്രം സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ചോദിക്കുന്നത് തരാതിരിക്കുമ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. ഒരു പിതാവ് തൻ്റെ മകൻ ചോദിക്കുന്നത് മുഴുവൻ കൊടുക്കാറില്ലല്ലോ. ശിക്ഷണങ്ങൾ കൊടുക്കുകയല്ലേ, നല്ല അടി കൊടുക്കേണ്ട സമയത്ത് അടി കൊടുക്കുകയല്ലേ, കൊടുക്കും. അത് സ്നേഹത്തിൻ്റെ അടയാളം തന്നെയാണ്. അതും സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ്. വേദനകൾ സമ്മാനിക്കുമ്പോഴും ചോദിക്കുന്നത് ലഭിക്കുമ്പോഴും ഒക്കെ സ്നേഹത്തിൻ്റെ ഒരു നിറവിലേക്ക് തന്നെയാണ് നമ്മൾ പ്രവേശിക്കുക. നമ്മൾ എത്രത്തോളം ആ സ്നേഹത്തിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കുന്നുവോ അത്രയേറെ ആ സ്നേഹത്തിൽ നമ്മളങ്ങ് നിറയുകയാണ്. അത്രയേറെ ആ സ്നേഹം, ഊഷ്മളമായ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉള്ളിൽ സ്നേഹം അതിൻ്റെ നിറവിൽ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വേദനയുടെ നിമിഷങ്ങളിൽ നമ്മൾ പിന്നെ സംശയിക്കില്ല. എന്തിനാ ഇങ്ങനെ വേദന? അങ്ങനെ സംശയം ഒരിക്കലും തോന്നില്ല. വേദനകളുടെ നിമിഷങ്ങളിൽ സംശയമില്ലാതെ സ്നേഹിക്കാനും ആ മുറിവുകളിലൂടെ സ്നേഹത്തിൽ വളരാനും സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരു അവസരമായിട്ടൊക്കെ മാറ്റാൻ പറ്റുമ്പോഴാണ് നമ്മൾ പക്വതയുള്ള അല്ലെങ്കിൽ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസൻ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കുക. പൗലോസ്ലീഹ ഇങ്ങനെയായിരുന്നു. സ്നേഹത്തിൽ അല്പം പോലും സംശയിച്ചിട്ടില്ല. വേദനയുടെ ആധിക്യത്തിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ്ലീഹയ്ക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല. ക്രിസ്തു എൻ്റെ കൂടെയുണ്ടോ? ക്രിസ്തു ഈ വേദനയിൽ എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? ക്രിസ്തു എൻ്റെ അരികിലുണ്ടോ? ഇങ്ങനെയുള്ള ഒരു സംശയവും പൗലോസ്ലീഹയ്ക്ക് ഇല്ലായിരുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 23 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് കാണുക. ഇങ്ങനെയാണ് സ്ലീഹ പറയുക, ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രഹരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പല് അപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. പിന്നീട് അങ്ങോട്ട് 28 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ ഈ കഷ്ടപ്പാടും ഈ ഞെരുക്കവും ഇത് തന്നെയാണ് പൗലോസ്ലീഹ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ തോന്നും, എന്തിനാ ഈ സ്ലീഹ എങ്ങനെ എണ്ണിപ്പാടിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ സഹിച്ചു, ഇങ്ങനെ സഹിച്ചു, എന്തിനാ അങ്ങനെ പറയണത്? നമുക്ക് ചിലപ്പോൾ ചിന്ത വരും. പക്ഷേ സ്ലീഹായ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. പൗലോസ്ലീഹ നമുക്ക് പറഞ്ഞു തരികയാണ്, മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ സഹിച്ചിട്ടുണ്ട്, മറ്റെല്ലാവരെയും കൂടുതൽ ഞാൻ നൊമ്പരപ്പെട്ടിട്ടുണ്ട്, ക്രിസ്തുവിനെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയണത്, ഞാൻ മെച്ചപ്പെട്ട ദാസനാണ്. വേറെ ആരും പറഞ്ഞിട്ടില്ല. പത്രോസ്ലീഹ പറഞ്ഞിട്ടില്ല, യോഹന്നാൻ സ്ലീഹ പറഞ്ഞിട്ടില്ല, പൗലോസ്ലീഹ പറഞ്ഞത്. കൂടുതൽ സഹിച്ച പൗലോസ്ലീഹ തന്നെ പറയുന്നു, ഞാൻ മെച്ചപ്പെട്ട ദാസനാണ്. മറ്റാരെയും കൂടുതലായി ഞാൻ സഹിച്ചിട്ടുണ്ട്, മറ്റാരേക്കാൾ കൂടുതലായി ഞാൻ അടികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, മരണവക്രത്തിൽ അകപ്പെട്ടിട്ടുണ്ട്, കല്ലെറിയപ്പെട്ടിട്ടുണ്ട്, കപ്പൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. എത്ര ധൈര്യമായിട്ടാണ് പറയണത്, എത്ര കാര്യമായിട്ടാണ് പറയണത്. പൗലോസ്ലീഹ പറയാണ്, നമ്മളെയൊക്കെ നോക്കിയിട്ട് പറയുന്നു, മോളെ നീ മെച്ചപ്പെട്ട ദാസനായിട്ട് മാറണം. സാധാരണ ഒരു ദാസൻ, സാധാരണ ഒരു ദാസി അല്ല. ആ ലെവൽ അല്പം കൂടി ഒന്ന് കയറ്റിയിട്ട് മുന്നോട്ട് പോയിട്ട് മെച്ചപ്പെട്ട ദാസനും ദാസിയുമായിട്ട് നീ മാറണം എന്ന് സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്നേഹത്തിൽ, സംശയിക്കാതെ സ്നേഹത്തിൽ വളരുന്നവർക്കാണ് മെച്ചപ്പെട്ട ദാസനായിട്ട് മാറാൻ പറ്റുക. സംശയിക്കില്ല ഒരിക്കലും. യേശുവിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അല്പം പോലും സംശയമില്ലാതെ മുന്നോട്ട് പോകുന്നവർക്കേ ഇങ്ങനെ മെച്ചപ്പെട്ട ദാസനാകാൻ പറ്റത്തുള്ളൂ. ക്രിസ്തു തന്നെയും ഒന്ന് ഓർത്ത് നോക്ക്, ഉത്ഥാനം ചെയ്തിട്ട് വന്നപ്പം ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത് മുറിവുകളാണ്. അത് ഇങ്ങനെ ഒരു നാണക്കേടിൻ്റെ കാരണം അല്ലെങ്കിൽ അതൊരു അപമാനത്തിന് വിഷയം അല്ല. ക്രിസ്തു അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. തൻ്റെ മുറിവുകൾ അഭിമാനത്തിന് കാരണം എന്ന് തന്നെ രീതിയിൽ അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ആ മുറിവുകളുമായിട്ടാണ് ഉത്തിതനായത്. ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇങ്ങോട്ട് വാ,
തോമസ് ലീഹ ഇങ്ങോട്ട് വാ, നീ കാണ്, എൻ്റെ മുറിവ് കാണ്, നിന്റെ വിരലെവിടെ എവിടെ കൊണ്ടുവയ്ക്ക്. കണ്ടോ, വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. ആ മുറിവുകൾ കാണിച്ചു കൊടുത്തിട്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. മുറിവുകൾ, വേദനകൾ, അത് അപമാനത്തിൻ്റെ, ലജ്ജയ്ക്ക് ഒന്നും വിഷയമല്ല എന്ന് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്ഥാനമാനങ്ങളോ കിരീടങ്ങളോ സിംഹാസനങ്ങളോ സുഖസൗകര്യങ്ങളോ അല്ല ദൈവപുത്രൻ്റെ അടയാളം, മറിച്ച് വേദനകളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലും ഏകാന്തതയും കുരിശുമരണവും പീഡാസഹനവും ഇത് മാത്രമാണ് തൻ്റെ അടയാളം എന്ന് ക്രിസ്തു നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സ്നേഹത്തിൽ സംശയിക്കാതെ, വേദനയുടെ നിമിഷങ്ങളിൽ സ്നേഹത്തെ സംശയിക്കാതെ മുന്നോട്ട് പോകുന്നവൻ മെച്ചപ്പെട്ട ദാസനായിട്ട് മാറും. അവൾ മെച്ചപ്പെട്ട ദാസിയായിട്ട് മാറും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കേണ്ടതും ഈ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട്, കർത്താവേ, നിന്നെ അനുഗമിക്കുന്ന എനിക്ക് മെച്ചപ്പെട്ട ഒരു ദാസനാകണം, മെച്ചപ്പെട്ട ഒരു ദാസിയാകണം. മറ്റൊരു പ്രത്യേകത നമുക്കറിയാം. എങ്ങനെ മെച്ചപ്പെട്ട ദാസനാകാം, എങ്ങനെ മെച്ചപ്പെട്ട ദാസിയാകാം? ക്രിസ്തുവിൻ്റെ പീഡകളിൽ അഭിമാനിക്കാൻ കഴിവുള്ളവർ, അവരാണ് മെച്ചപ്പെട്ട ദാസനും ദാസിയും. ക്രിസ്തുവിൻ്റെ പീഡകളിൽ സന്തോഷിക്കാൻ, അഭിമാനം കൊള്ളുന്നവരാകാൻ പത്രോസും യോഹന്നാനും ഇങ്ങനെ അഭിമാനം കൊണ്ടവരായിരുന്നു. അതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 5-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ വചനത്തിൽ കാണുക. ഇങ്ങനെയാണ് വചനം പറയുക: അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചു. അപമാനം സഹിക്കാൻ നല്ല കാര്യമല്ല കേട്ടത്. എല്ലാവരും ഇങ്ങനെ പൊക്കി പറഞ്ഞ് കൈയടിച്ച് പാട്ടും പാടി അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല. അപമാനം പറയാൻ, ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ, പേര് മുഴുവൻ നശിപ്പിക്കുകയാണ്, സൽപ്പേര് മുഴുവൻ നഷ്ടപ്പെടുത്തുകയാണ്. ഒരാളുടെ മുഖത്ത് ധൈര്യമായിട്ട് കണ്ണുകൾ തുറന്നിട്ട് നോക്കാൻ പറ്റുകയില്ല, തലയും താഴ്ത്തി നടക്കണം. അങ്ങനെ ഒരു അവസ്ഥാവിശേഷം ചുറ്റുമുള്ളവർ സമ്മാനിച്ചപ്പോൾ പത്രോസും യോഹന്നാനും വളരെ ധൈര്യമായിട്ട് അവർ പറയാൻ, യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചു. സന്തോഷമാണ് അവരുടെ മനസ്സിൽ. 1657 ഒരു SJ ഫാദർ, ജെസ്യൂട്ട് സഭാംഗമായ ഒരു വൈദികൻ, വിശുദ്ധ ആൻഡ്രോ ബൊബോള എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, ഒരു വൈദികൻ ആയിരുന്നു. വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യപ്പെട്ടു, സഭയിൽ നിന്ന് നിർത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധ ആൻഡ്രൂ ഒരു ദിവസം ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് പീഡിപ്പിക്കാൻ അവർ തയ്യാറെടുക്കുകയാണ്. എങ്ങനെയോ ബലിയർപ്പണം കഴിഞ്ഞു, ഇവർ ബലമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ഇവരങ്ങ് അടിക്കുകയാണ്, വല്ലാണ്ട് ശത്രുക്കളെ തളരുവോളം, ആ ശരീരം മുഴുവനും തകരുവോളം അവരടിച്ചടിച്ചൊരു പരുവാക്കി. എന്നിട്ടോ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് നേതാവിൻ്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ട് പോവാൻ. അവിടെ ചെന്നിട്ട് അവർ ചെയ്തെന്താണെന്നറിയാവോ? അവർ തലയിലെ തൊലി മുഴുവനും ഉരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് വാളുകൊണ്ട് ചിത്രം വരയ്ക്കുകയാണ്. തലയിൽ മാത്രമല്ല, ശരീരം മുഴുവൻ, പുറത്തെയൊക്കെ തൊലി മുഴുവൻ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. പുറത്ത് അവർ വരച്ചത് തിരുവസ്ത്രത്തിൻ്റെ രൂപങ്ങളാണ്. വാളുകൊണ്ട് അങ്ങ് വരച്ചു വെക്കുകയാണ്. പച്ച ശരീരത്തിൽ, തൊലിയില്ലാത്ത ശരീരത്തിൽ എന്തേരം വേദനിച്ചിട്ടുണ്ടാവും. അന്നേരമൊക്കെ ഈ വിശുദ്ധ ആൻഡ്രൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യേശുവേ ഇവരെ അനുഗ്രഹിക്കണേ, യേശുവേ ഇവരെ അനുഗ്രഹിക്കണേ. വേദന ഇല്ലാഞ്ഞിട്ടല്ല. അവർ നോക്കിയപ്പോൾ കൈയൊക്കെ ഉയർത്തുന്നുണ്ട്. കൈ അങ്ങ് വെട്ടി കഷ്ണം കഷ്ണാക്കി. ഒരു മടിയില്ലാണ്ട് എത്രയധികം അവർ പീഡിപ്പിച്ചത്, എത്രയധികം അവർ കഷ്ടപ്പെടുത്തിയത്, എത്രയധികം അവർ കരയിപ്പിച്ചത്. വിശുദ്ധൻ എന്നിട്ടും അവരുടെ നേരെ ദേഷ്യപ്പെട്ടില്ല. അവരോട് എന്തിനാ ഇങ്ങനെ ചെയ്യണേ ചോദിച്ചില്ല. അത് മുഴുവനും അഭിമാനത്തോടെ സഹിക്കുകയാണ്, അഭിമാനം കൊള്ളുകയാണ്. യേശുവിനെ പ്രതി സഹിക്കാൻ അഭിമാനം കൊള്ളുകയാണ്. എന്നിട്ടോ അങ്ങ് സഹിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെന്നാ ചെയ്തെന്നറിയോ? ഇവനിങ്ങനെ നാക്കുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അവനെ യേശുവേ യേശുവേ എന്നാണ് വിളിക്കണത്. അവർ തോന്നി ഇവരെന്താ ആവശ്യമില്ലാത്ത എന്തോ പറയുന്നു. അവർ നാക്ക് മുറിച്ചു മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുകൾ രണ്ടും ചുവന്ന് കളഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചുണ്ടും മൂക്കും ഒക്കെ മുറിച്ച് കളയാൻ അവരൊരു വികൃത രൂപമാക്കി മാറ്റുകയാണ്. എന്നിട്ടും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർ പിന്നെയും അരിശം കൊള്ളുകയാണ്. അവർ ഈ നഖത്തിൻ്റെ ഇടയിൽ സൂചി കുത്തിക്കയറ്റുകയാണ്. എത്ര സഹിച്ചു, എത്ര വേദനിച്ചു, എന്തേരെ അടിച്ചെന്നറിയാവോ, എന്തേരെ പീഡിപ്പിച്ചെന്നറിയാവോ ഈ വിശുദ്ധ ആൻഡ്രൂ? അത് മുഴുവനും നിശബ്ദനായിട്ട് സഹിച്ചു, അവസാനം വരെയും സഹിച്ചു. ഇവർക്ക് എന്നിട്ട് മരിച്ചും തീർന്നില്ല. ഇവർ ഈ ആൻഡ്രൂ എന്ന് പറയുന്ന വിശുദ്ധനെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് ഒരു കൊക്കയിലേക്ക് വലിച്ചെറിയാൻ കർത്താവ് മാനിച്ചു. തൻ്റെ പേരിൽ അപമാനം സഹിക്കേണ്ടി വന്നതിൽ, പീഡ സഹിക്കേണ്ടി വന്നതിൽ ആനന്ദം കണ്ടെത്തിയ, അഭിമാനം കൊണ്ട ഈ ആൻഡ്രൂ എന്ന് പറയുന്ന ജെസ്യൂട്ട് ഫാദറിനെ കർത്താവ് സ്വർഗത്തിൽ മാനിച്ചു. വിശുദ്ധനായി ഈ നാൾത്താരകളിൽ വണങ്ങപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ വന്യപുരോഹിതൻ ഉയർത്തപ്പെട്ടുവെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം ക്രിസ്തുവിനെ പ്രതി സഹിച്ചതാണ്, ക്രിസ്തുവിനെ പ്രതി വേദനകൾ ഏറ്റുവാങ്ങിയതാണ്. ഒരു കൊച്ചു തലവേദന വരുമ്പോഴേക്കും നമ്മൾ അസ്വസ്ഥരാകില്ലേ? ഒരു ചെറിയ പനി വരുമ്പോഴേക്കും എന്തോ ഒരു ടെൻഷനാണ്. ഇത് വല്ല ക്യാൻസർ ആണാവോ, ഇത് വല്ല മരിക്കാൻ പാകത്തിന് വല്ല രോഗമാണാവോ,
തോന്നിയിട്ടില്ലേ? ടെൻഷൻ തോന്നിയിട്ടില്ലേ? ഇത് കൺമുൻപിൽ പീഡിപ്പിക്കുന്നവർ വാളും പിടിച്ചിട്ട് ഇപ്പൊ കൊല്ലും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ധൈര്യമായിട്ട് ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ, മരിക്കാൻ തയ്യാറായി അതിൽ അഭിമാനം കൊണ്ടിട്ട് നിൽക്കുന്ന ഒരു വിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഈ ഒരു കൃപയിലേക്ക് തന്നെയാണ് നമ്മളെ കർത്താവ് വിളിക്കുക. പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. എല്ലാ വിധത്തിലും അഭിമാനിക്കുകയാണ്, അഭിമാനം കൊള്ളുകയാണ് എല്ലാ വിധത്തിലും. അങ്ങനെ പറഞ്ഞാൽ അവിടെ ദാരിദ്ര്യമുണ്ട്, അവിടെ കഷ്ടപ്പാടുണ്ട്, അവിടെ ഞെരുക്കമുണ്ട്, അവിടെ പീഡയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും പൗലോസ്ലീഹ പറയാണ് എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ സഹനത്തിൽ, പീഡകളിൽ, ഞെരുക്കങ്ങളിൽ, അത്യാഹിതങ്ങളിൽ എന്ന് പറഞ്ഞാൽ അപകടമുണ്ടെന്ന്, ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇടിക്കാറുണ്ടെന്ന്, അത്യാഹിതങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ വരാറുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ മർദ്ദനങ്ങൾ, എത്ര അടി കിട്ടിയിട്ടുണ്ട് പറയാണ് സ്ലീഹ. കാരാഗ്രഹങ്ങളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മൾ ആരെങ്കിലുമൊക്കെ ജയിലിൽ അടയ്ക്കാൻ പോവുകയാണെന്ന് കേട്ടാൽ മതി, അപ്പം തന്നെ അറ്റാക്ക് വന്ന് മരിച്ചു പോകും, ഇല്ലേ? സത്യമല്ലേ? ആരെങ്കിലുമൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവർ കേസ് കൊടുത്തു അല്ലെങ്കിൽ അവർ കോടതി കയറേണ്ടി വന്നു, അത് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പൗലോസ്ലീഹ പറയാണ്, എത്ര പ്രാവശ്യം എന്നെ കാരാഗ്രഹത്തിലിട്ടത്, എത്ര നാളാ ജയിലിൽ ഞാൻ കിടന്നത്. ലഹളകളുണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ടെന്ന്. ഒരു ചെറിയ വഴക്ക് വരുമ്പോഴേക്കും തളരേണ്ട കാര്യമില്ല. ലഹളകളിൽ, ആ പ്രശ്നങ്ങളിലൊക്കെ യേശുവിൻ്റെ മുഖം കാണാൻ, ആ സാഹചര്യങ്ങളിലൊക്കെ യേശു കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ, അപകടങ്ങളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, എന്തേറെ കാര്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. 2 കൊരിന്തോസ് 6:4 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ സ്ലീഹ പറയാണ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ല ദാസനായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് എന്നെ തന്നെ. മെച്ചപ്പെട്ട ദാസനായി ഞാൻ എന്നെ തന്നെ കരുതുകയാണ്. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു. പൗലോസ്ലീഹ അല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്? എന്തേരെ ഓടിയിട്ടുണ്ട് പൗലോസ്ലീഹ, ഒന്ന് ഓർത്തു നോക്കിയേ. എത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് പൗലോസ്ലീഹ. അല്പം പോലും പുറകോട്ട് പോയിട്ടില്ല, അല്പം പോലും പുറകോട്ട് പോയിട്ടില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രിസ്തു സഹിച്ച പീഡകൾ നമുക്കും സമ്മാനിക്കും. സന്തോഷത്തോടെ, നല്ല മനസ്സോടെ ഈ മുറിവുകളെയൊക്കെ നമുക്ക് സ്വീകരിക്കണം. 3-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തരും, എങ്ങനെ മെച്ചപ്പെട്ട ദാസനാകാം. എങ്ങനെ? ആദ്യത്തെ നമ്മൾ കണ്ടു, സ്നേഹത്തിൽ സംശയിക്കാതിരിക്കുന്നു. 2-ാമത്തത് നമ്മൾ കണ്ടു, വേദനകളിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു. 3-ാമത്തത് ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ ഭാഗഭാഗിത്വം ലഭിക്കുകയാണ്, ഒരു പങ്കാളിത്തം വഹിക്കുകയാണ്. ഒരു മണവാളൻ്റെ വേദനയിൽ മണവാട്ടി എത്രത്തോളം, ആ വേദനയുടെ ഒരു പങ്ക് എനിക്ക് തരുമോ? ഒരു പങ്ക്, ഒരല്പം സഹിക്കാൻ എന്നെയും അനുവദിക്കുമോ? അങ്ങനെ ചോദിക്കുന്ന മണവാട്ടിയാണ് യഥാർത്ഥത്തിൽ മണവാളനെ സ്നേഹിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ വേദനകളിൽ, ആ മുറിവുകളിൽ ഒരു ചെറിയ പങ്ക് എനിക്ക് തരാവോ എന്ന് ചോദിക്കുന്ന വ്യക്തിത്വമാണ് അവനോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നവൻ. ആ മുറിവുകൾ ഏറ്റവും അധികം ഞാൻ ആഗ്രഹിക്കുകയും എനിക്കും അതിൻ്റെ ഒരു പങ്ക്, അല്പമെങ്കിലും ഒരു ആശ്വാസം എൻ്റെ ക്രിസ്തുവിന് കൊടുക്കാലോ, അല്പമെങ്കിലും ഒരു സമാധാനം കൊടുക്കാലോ, അങ്ങനെ ആശിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് മെച്ചപ്പെട്ട ദാസനാകാൻ കഴിയുക. ചില ഭാര്യമാർ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം എനിക്ക് തന്നേര്, അങ്ങേരെ വെറുതെ വിട്ടേര്, അങ്ങേരെ സഹിക്കേണ്ട, ഞാൻ സഹിച്ചേക്കാം. എൻ്റെ കൊച്ചിന് വന്ന രോഗം എനിക്ക് തന്നേര്, കൊച്ചിനെ സൗഖ്യമാക്കിയേര്, കൊച്ചിന് കൊടുക്കണ്ട, ഞാൻ സഹിച്ചോളാം പറയുന്ന കണ്ടിട്ടില്ലേ? അത് സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ്. അത് സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ മുറിവുകളിൽ പങ്കുകാരാകാൻ നമുക്കും ആഗ്രഹിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരുപാട് ക്രിസ്തുവിനെ പ്രണയിച്ച, ക്രിസ്തുവിനെ സ്നേഹിച്ച ഒരു വലിയ വിശുദ്ധൻ ഫ്രാൻസിസ് അസീസി. ഓർക്കുന്നില്ലേ? എത്ര ദിവസങ്ങൾ, എത്ര മാസങ്ങൾ കർത്താവിൻ്റെ ഒപ്പം അലഞ്ഞ് തിരിഞ്ഞ് സ്നേഹിച്ച് ഒരു ഭ്രാന്ത് പോലെയായിരുന്നു. ക്രിസ്തു ക്രൂശിതനായവൻ്റെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കണ ഫ്രാൻസിസ് അസീസിയുടെ നേരക്ക് യേശു നോക്കിയിട്ട് ആണികളിൽ അടിച്ചു വെച്ചിട്ടുള്ള ആ കൈകൾ ഊരിയെടുത്തിട്ട് ചേർത്ത് പിടിക്കുകയാണ്. ആ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഫ്രാൻസിസ് അസീസിയെ. കർത്താവ് കുരിശിൽ നിന്ന് ഇറങ്ങി സ്നേഹിക്കുന്ന ഒരു അനുഭവം. അധികം വൈകിയില്ല, ഫ്രാൻസിസ് അസീസിയുടെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ കാണപ്പെടുകയാണ്. കൈക്കാലുകളിൽ മുറിവുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചായിരുന്നു ക്രിസ്തുവിൻ്റെ വേദനകളിൽ ഒരു പങ്ക് വേണമെന്ന്. ലോകത്തിൻ്റെ സന്തോഷം, ലോകത്തിൻ്റെ സുഖം, ലോകത്തിൻ്റെ കൂട്ടുകെട്ട് അല്ല, അതിലേക്കല്ല ഫ്രാൻസിസിൻ്റെ മനസ്സ് പോയത്. യേശുവിൻ്റെ മുറിവുകളിൽ ഒരു പങ്ക് വഹിക്കുക, യേശുവിൻ്റെ വേദനകൾക്കൊരല്പം ആശ്വാസം നമ്മൾ കാണുന്നില്ലേ? ഫ്രാൻസിസ് അസീസിയെ പിന്നീട് ലോകം അറിയണത് 2-ാം ക്രിസ്തു എന്ന പേരിലാണ്.
അങ്ങനെയായി മാറി, മറ്റൊരു ക്രിസ്തുവായി മാറി. ഫ്രാൻസിസിന്റെ കാലുകൾ യേശുവിൻ്റെ കാലുകൾ, ഫ്രാൻസിസിന്റെ കൈകൾ യേശുവിൻ്റെ കൈകൾ ആയി മാറിയില്ലേ? നമുക്കും ഇതേ വിളി തന്നെയല്ലേ? വിശുദ്ധ പാദ്രി പിയോ ഓർത്തു നോക്ക്, എത്രയോ വലിയൊരു പഞ്ചക്ഷതധാരി, ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഐക്യപ്പെടാൻ, ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ഒരു പങ്ക് സ്വീകരിക്കാൻ തയ്യാറായ വ്യക്തിത്വം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതേ അനുഭവങ്ങളുണ്ട്. ഒരു പക്ഷേ ശാരീരികമായ രീതിയിൽ മുറിവുകൾ ആയിരിക്കില്ല ഈശോ നമുക്ക് തരിക. ശാരീരികമായിട്ട് ഒരു മുറിവും നമുക്ക് തരത്തില്ല. കൈയും കാലൊക്കെ വളരെ നോർമലാണ്, ഒരു മുറിവും നമുക്ക് പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ആന്തരികമായി, ബാഹ്യമായിട്ടല്ലെങ്കിലും ആന്തരികമായി, മാനസിക തലത്തിൽ ആ ഈശോ അനുഭവിച്ച മാനസിക സംഘട്ടനങ്ങളും പീഡകളും ഞെരുക്കങ്ങളും അത് മുഴുവൻ അനുഭവിക്കാൻ ചിലപ്പോൾ ഒരു വിളി നിനക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വിളി നിനക്ക് കിട്ടാം. മാനസിക സമ്മർദ്ദങ്ങൾ, കാരണം എന്താ അറിയത്തില്ല. എന്തിനാ നീ ടെൻഷൻ പിടിക്കുന്നത് അറിയത്തില്ല. എന്തിനാ നിന്റെ മുഖം മടന്ന് അറിയത്തില്ല. എന്തിനാ നീ കരയണത് അറിയത്തില്ല. ഒരു മാനസിക സംഘട്ടനം, ഒരു മാനസിക പീഡ വല്ലാത്ത രീതിയിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ നീ ഭാഗ്യമുള്ളവനാണ്, നീ ഭാഗ്യമുള്ളവളാണ്. കാരണം യേശുവിൻ്റെ പീഡകളിൽ നിനക്ക് ആന്തരികമായിട്ടൊരു പങ്ക് കിട്ടുകയാണ്. സ്നേഹിക്കുന്നവർക്കാണ് മുറിവുകളിൽ പങ്കാളിത്തം കൊടുക്കുക. സത്യമല്ലേ? സ്നേഹിക്കുന്നവരോടല്ലേ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ പറയുക? ഉള്ളു തുറന്ന് സ്നേഹിക്കുന്നവരോടല്ലേ നമ്മുടെ മനസ്സ് തുറന്ന് കാണിച്ചു കൊടുക്കുക? വഴി കൂടെ പോകുന്നവരോട് ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വിശേഷം പറയുമോ? പറയല. നമ്മൾ അവരോടൊക്കെ നോക്കി ഹായ് എന്നൊക്കെ പറയും, പക്ഷെ നമ്മുടെ ഉള്ളിൽ തട്ടിയിട്ട് നമ്മളൊന്നും പറയത്തില്ല. മനസ്സ് തുറക്കണമെങ്കിൽ ഉള്ളു നിറയെ സ്നേഹമുള്ളവരോടാണ്, ഉള്ളിൽ നിറഞ്ഞ സ്നേഹമുള്ളവരോടാണ് നമുക്ക് മനസ്സ് തുറന്ന് നമ്മുടെ വേദനകൾ പോലും പങ്കുവയ്ക്കാൻ പറ്റുക. ഈശോ നമുക്ക് വേദനകൾ തരുന്നുവെങ്കിൽ കാരണം നമ്മൾ വിശ്വസ്തരാണെന്ന് അവിടുന്ന് കണ്ടു, നമ്മൾ സ്നേഹിക്കാൻ യോഗ്യരാണെന്ന് അവിടുന്ന് കണ്ടു, നമ്മൾ സ്നേഹിക്കുന്നവരാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ആ സ്നേഹത്തിന് നമ്മൾ പാത്രീഭൂതരാണെന്ന്, അതിന് യോഗ്യതയുള്ളവരാണെന്ന് ഈശോ കണ്ടതുകൊണ്ടാണ് സഹോദര സഹോദരി നിനക്ക് ഈ വേദന ഈശോ അനുവദിച്ചു തരിക. ഏകാന്തതയുടെ അനുഭവമില്ലേ? ഒറ്റപ്പെടലിൻ്റെ അനുഭവമില്ലേ? ഞാൻ ഓർക്കുന്നു, ഒരു ഡോക്ടർ ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഭർത്താവ് വക്കീലാണ്, രണ്ടുപേരും വന്നിട്ടുണ്ട്. ഭാര്യ ആദ്യം എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും എനിക്ക് പറയാനില്ല. ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ടില്ല ഇത്രയും നാളും. 3 മക്കളുണ്ട്, സന്തോഷമായിട്ട് ഇത്രയും നാൾ കഴിഞ്ഞു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഭർത്താവിൻ്റെ മൊബൈൽ ഞാൻ ഒരിക്കലും അങ്ങനെ ചെക്ക് ചെയ്യാറില്ല, പക്ഷേ എന്തോ ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഏതോ ഒരു പേര് അതിങ്ങനെ കുറേ അധികം പ്രാവശ്യം ആ പേരിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, കോളുകൾ പോയിട്ടുണ്ട്, മെസ്സേജുകൾ വന്നിട്ടുണ്ട്, അങ്ങോട്ട് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇച്ചിരി അധികം പ്രാവശ്യം, ഇച്ചിരി ഓവറായിട്ട് എനിക്ക് തോന്നി. ഞാൻ ചോദിച്ചു ഹസ്ബൻഡിനോട്, എന്തേ ഇങ്ങനെ കണ്ടത്, ഇതാരാ ഇതാൾ? പെട്ടെന്ന് എൻ്റെ അടുത്ത് അരിശപ്പെട്ടു. അതെന്നെ വല്ലാണ്ട് തളർത്തി. ഒരു നോർമൽ ബന്ധമാണെങ്കിൽ, സാധാരണ ഒരു ബന്ധമാണെങ്കിൽ അങ്ങനെ അരിശപ്പെടേണ്ട കാര്യമില്ലല്ലോ സിസ്റ്ററെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, അധികം വൈകിയില്ല, ഞാൻ അങ്ങോട്ട് മാറിയപ്പം ഇത് മുഴുവനും പുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്തു. അതെന്തോ എൻ്റെ മനസ്സിനെ കുറെ കൂടെ ഭാരപ്പെടുത്തി. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ, അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഒരു കൂട്ടുകൃഷി ഉണ്ടോ, എന്തൊക്കെയോ ചിന്തകൾ മനസ്സ് വല്ലാണ്ട് കിടന്ന് പെടയാൻ തുടങ്ങി. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നാട്ടുകാരോട് പറയാൻ പറ്റുമോ? വീട്ടുകാരോട് പറയാൻ പറ്റുമോ? മനസ്സിൽ കിടന്ന് വല്ലാത്ത ഞെരുക്കാണ്. എന്നിട്ട് ഈ സഹോദരി പറയാണ്, സിസ്റ്ററെ, രാത്രി ഞാൻ കിടന്ന് കരയുമായിരുന്നു മുഴുവൻ സമയവും. ഈ കാര്യം പറഞ്ഞാൽ ഹസ്ബൻഡ് വല്ലാണ്ട് അരിശപ്പെടും, ഇത് പറഞ്ഞാൽ ഒട്ടനെ അരിശപ്പെടും, പിന്നെ ഉള്ള സ്നേഹം കൂടെ പോകും. അതുകൊണ്ട് എനിക്ക് പറയത്തില്ല. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഉള്ളു മുഴുവൻ നീറുകയാണ്, ഉള്ളു മുഴുവൻ വേദനിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, എനിക്ക് ഭാരം തോന്നുകയാണ്. എന്തിനാ ഈശോ എനിക്ക് ഈ ഒരു സഹനം തന്നത്? ബാക്കി എന്നെ വേണേലും എനിക്ക് തന്നോട്ടെ, എനിക്ക് ഇപ്പം എന്തിനാ ഇങ്ങനെ ഒരു സഹനം തന്നത്? വേദനയുണ്ടായിരുന്നു എനിക്ക്. കുറേ ഇരുന്ന് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ ഒന്ന് സംസാരിക്കട്ടെ, കാണട്ടെ. അങ്ങനെ ഹസ്ബൻഡിനെ വിളിച്ചു. വക്കീലാണ്. വക്കീൽ വന്ന് മുമ്പിലിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദര സന്തോഷമാണോ, സുഖമാണോ, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വലിയ സംശയമാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല കേട്ടോ, ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് സംശയമാണ്. എന്താ കാര്യം, എന്തിനാ സംശയം? ഉടനെ പറഞ്ഞു, എൻ്റെ ഫോണിൽ ഏതോ ഒരു നമ്പർ കണ്ടു, അവൾ അതിനെ ചൊല്ലി ഭയങ്കര വിഷമാണ്, അവൾ വല്ലാണ്ട് കരയുന്നുണ്ട്. എനിക്കറിയാം ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല, ഞാനും അസ്വസ്ഥനാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല സിസ്റ്ററെ. ഞാൻ പറഞ്ഞു, ഇല്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, കാരണം അവൾ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഇവൾ വായിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്താണേലും ഇനി അത് വേണ്ട. ഇല്ല സിസ്റ്ററെ, ഞാൻ നിർത്തി, ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു. ഇനി എൻ്റെ മനസ്സിൽ അങ്ങനെ ഇല്ല, എൻ്റെ ഭാര്യയെ വേദനിപ്പിക്കാൻ അല്പം പോലും എനിക്ക് പ്ലാനില്ല, ഞാനതൊക്കെ കംപ്ലീറ്റ് നിർത്തി.
ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ അത് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്, അല്ലാതെ അവൾ വേറൊരു കള്ളത്തരം ഉള്ളത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ വാ, ഭാര്യയെ കൂടെ വിളിച്ചു, രണ്ടുപേരെയും ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിച്ചു. ഈ സഹോദരി പറയായിരുന്നു, എനിക്കിപ്പോൾ ആശ്വാസമായി, ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭർത്താവിന് വേറെ തെറ്റായിട്ടുള്ള ചിന്തകളില്ലാതെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ മനസ്സിപ്പം ശാന്തമായി, ഇനി അങ്ങനെ വഴി മാറിപ്പോകാൻ എൻ്റെ മനസ്സിനെ ഞാൻ വിടില്ല സിസ്റ്ററെ. അങ്ങനെ രണ്ടുപേരും കൂടെ ഐക്യത്തിലേക്ക് വന്നതും. എന്നിട്ട് ഈ സഹോദരൻ പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു ഇവളെ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് വളരെ കൂളായിട്ടും നോർമലായിട്ടൊക്കെ ചെയ്തിരുന്ന ചാറ്റിങ്ങൊക്കെ, സന്ദേശങ്ങളും കോൾ റേറ്റ് അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതിൻ്റെ കാരണം പ്രശ്നങ്ങൾ കൂടുതലാകണ്ടെന്ന് ഓർത്തിട്ടാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. ഈ മനുഷ്യൻ തുറന്ന് സംസാരിച്ചു. ഈ ഭാര്യയ്ക്ക് ആശ്വാസമായി, സമാധാനമായി. ഈ സഹോദരി പറയായിരുന്നു, ഈശോയ്ക്ക് എന്നിലൂടെ വലിയൊരു പ്ലാൻ ഉണ്ടാവും ഒരു പക്ഷേ, അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഇങ്ങനൊരു വേദന ഈ കാലഘട്ടത്തിൽ സമ്മാനിച്ചത്. ഉടനെ ഈ ഭർത്താവ് പറഞ്ഞു, അല്ല സിസ്റ്ററെ, അതല്ല കാരണം, ഞാൻ കുറേ കൂടെ പ്രാർത്ഥിക്കേണ്ടതായിരുന്നു, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിൽ വന്നത്, ഞാൻ കുറേ കൂടെ പ്രാർത്ഥിച്ചു കൊള്ളാം, ഞാൻ കുറേ കൂടെ ഈശോയോട് ചേർന്ന് നിന്നുകൊള്ളാം. ഭാര്യയ്ക്ക് കുറേ കൂടെ സമാധാനം. ഭാര്യ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ എന്നും പറയും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കൊന്ത ചെല്ലാം, ഉറങ്ങുന്നതിന് മുമ്പ് ഒരുമിച്ച് ഒരു ജപമാല നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഞാൻ പറഞ്ഞാൽ കേൾക്കാറില്ല, സമ്മതിക്കാറില്ല. ഇപ്പോൾ തൊട്ട് ഇനി എനിക്ക് ബോധ്യമായി, ഇനി ഇദ്ദേഹം എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനുണ്ടാവും, ജപമാല ചൊല്ലാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടുപേരും ഐക്യത്തോടും സന്തോഷത്തോടും കൂടെ തിരിച്ചു പോയത് ഞാൻ ഓർക്കാൻ. ചെറിയ മാനസിക പീഡ, ചില മാനസിക ക്ലേശങ്ങൾ പുറത്തോ പറയാൻ പറ്റത്തില്ല, ആരെയും അറിയിക്കാൻ പറ്റത്തില്ല. നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഏത് വേദനയാണെങ്കിലും, ബാഹ്യമായിട്ടാണെങ്കിലും ആന്തരികമായിട്ടാണെങ്കിലും, ക്രിസ്തുവിൻ്റെ മുറിവുകളോട് നിൻ്റെ മുറിവുകൾ ചേർത്ത് വയ്ക്കാൻ. ആരും അറിയാതെ നിൻ്റെ കണ്ണ് തുടയ്ക്കുമ്പോൾ, ആരും അറിയാതെ നിൻ്റെ ഹൃദയം നോവുമ്പോൾ, ആ നോവുകളും ആ നൊമ്പരങ്ങളും ക്രിസ്തുവിൻ്റെ മുറിവിനോട് ചേർത്ത് വയ്ക്കാൻ നിനക്ക് കഴിഞ്ഞാൽ മറ്റൊരു ക്രിസ്തുവായി നീ നിന്നെ തന്നെ മാറ്റുകയാണ്. ഈ വേദനകളുടെ ഒടുവിൽ ഒരു സമ്മാനം നിൻ്റെ ക്രിസ്തു നിനക്ക് കരുതിയിട്ടുമുണ്ട്. ഈ മുറിവുകളൊക്കെ നീ സ്നേഹിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണെന്ന് ഈശോ കണ്ടതുകൊണ്ട് മാത്രമാണ് നിനക്ക് തരിക. അതുകൊണ്ട് തന്നെ നീ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകല്, ചേർന്ന് നിൽക്കണം. ചേർന്ന് ക്രിസ്തുവിനോട് എത്രയധികം ചേരാവോ, എത്രയധികം ആ ഹൃദയത്തോട് പറ്റിച്ചേർന്ന് നിൽക്കാവോ നീ നിന്നുകൊള്ളുക. ലോകം തരുന്ന സമാധാനമല്ല, ക്രിസ്തുവിൻ്റെ സമാധാനം നിൻ്റെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങും. അന്ന് മുതൽ ക്രിസ്തു എന്ന് നിൻ്റെ ഹൃദയത്തെ ആ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ മനസ്സാകുന്നുവോ, നീയും തയ്യാറാകുന്നുവോ, ആ സമയം മുതൽ മറ്റാർക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒരു സമാധാനം നിൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്നത് കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടും. മനുഷ്യരുടെ വാക്കുകളോ അവരുടെ രീതികളോ അവരുടെ പെരുമാറ്റങ്ങളോ ഒന്നുമേ തളർത്തിക്കളയാൻ കർത്താവ് ഇടയാക്കില്ല. അതിൻ്റെയൊക്കെ മീതെ കയറി നിൽക്കാൻ ഈശോ നിന്നെ സഹായിക്കും. കാരണം നിനക്ക് മുൻപേ വേദന സഹിച്ചവനാ ക്രിസ്തു. പരിശുദ്ധ അമ്മ ഓർക്കുന്നില്ലേ, ഭാഗ്യവതി എന്നാണ് അവളെ വിളിച്ചത്. ഭാഗ്യവതി, സ്ത്രീകളിൽ ഭാഗ്യവതി. പക്ഷേ അവൾ കണ്ണുനീരിൻ്റെ അമ്മയായിരുന്നു. എന്തേറെ സഹിച്ചിട്ടുണ്ട്. ഈശോ ബാഹ്യമായിട്ട് സഹിച്ചു, കുരിശിലേറ്റപ്പെട്ടുവെങ്കിൽ ആ വേദന മുഴുവൻ മനസ്സിൽ സഹിച്ചവളാ പരിശുദ്ധയമ്മ. സത്യമല്ലേ? പിതാവിൻ്റെ നിശബ്ദതയിൽ, ലോകത്തിൻ്റെ അനീതിയിൽ, അവിടെയൊക്കെ നിശബ്ദത പാലിച്ച അമ്മ ഹൃദയത്തിൽ ഒരുപാട് സഹിച്ചവൾ. ഒരിക്കൽ പോലും ചോദ്യം ചെയ്തില്ല, പിതാവിനെ ചോദ്യം ചെയ്തില്ല. നിന്റെ ഇഷ്ടം നടക്കട്ടെ, അങ്ങനെ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുനീരിൻ്റെ ഈ അമ്മ, പരിശുദ്ധയമ്മ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു മാതൃകയാണ്. നിശബ്ദത പാലിക്കാൻ, സഹിക്കാൻ, അത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കാൻ. അങ്ങനെ മെച്ചപ്പെട്ടൊരു ദാസിയാകാൻ കർത്താവ് തന്നെ നമ്മളെ സഹായിക്കട്ടെ. സാധാരണ ഒരു ക്രിസ്ത്യാനി, സാധാരണ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു മകൾ അല്ല, അതിൽ നിന്ന് അല്പം കൂടെ ഉയർന്ന് മെച്ചപ്പെട്ട ദാസിയാകാൻ വേദനകളും ഞെരുക്കങ്ങളും കഷ്ടപ്പാടുകളും നിന്നെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുള്ള കൃപ ഈശോ ഇന്ന് നിനക്ക് തരട്ടെ. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഒരു നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എത്രയോ അവസരങ്ങൾ സഹനത്തിൽ, വേദനയിൽ, തകർച്ചയിൽ ഞാൻ പരാതിപ്പെട്ടു, സങ്കടപ്പെട്ടു. ഞാൻ ഒരിക്കൽ പോലും നിൻ്റെ ഹിതം എന്താണെന്ന് അന്വേഷിക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല. യേശുവേ, മെച്ചപ്പെട്ട ദാസനെ പോലെ, മെച്ചപ്പെട്ട ദാസിയെ പോലെ വേദനകളിൽ സ്നേഹത്തെ സംശയിക്കാതെ, വേദനകളിൽ അഭിമാനം കൊണ്ടിട്ട്, വേദനകളിൽ ക്രിസ്തുവിൻ്റെ വേദനയോട് ചേർത്ത് വെച്ച് ആ വേദനയെ സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാൻ എന്നെ സഹായിക്കണേ. ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കരുതേ ഈശോയെ. ഒരിക്കലും ഞാൻ തളരാൻ ഇടയാക്കല്ലേ ഈശോയെ. അങ്ങൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.